നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്ത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന പല പരീക്ഷകളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലിസ്റ്റിൽ പെടാതെ പോകുന്നത് പലപ്പോഴും നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് അല്ലേ. വളരെ കുറഞ്ഞ കട്ട് ഓഫ് ആണ് ഇപ്പോൾ എക്സാമിനൊക്കെ വരുന്നത്, 40-50. അത്രയും നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യനുകൾ അതിലുണ്ടാകും. പക്ഷെ നമുക്ക് സമയം കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ഉത്തരം കണ്ടെത്താൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്ത് നമ്മൾ ഒരുപാട് സമയം കളയുന്ന ക്വസ്റ്റ്യൻസ്, എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു ട്രിക്ക് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രം പലപ്പോഴും അര മിനിറ്റ് കൊണ്ട് ഉത്തരം കിട്ടേണ്ട ചോദ്യത്തിന് നമ്മൾ 5 മിനിറ്റ് വരെയൊക്കെ ചെലവഴിച്ചിട്ട് എന്നിട്ടും ഉത്തരം കിട്ടാതെ തെറ്റിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ചില ട്രിക്കുകളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം ചില ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. കഴിഞ്ഞ LSTS മെയിൻസ് എക്സാമിന് പോലും ഇത്തരം 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാതെ പോയി ഒരുപാട് സമയം അതിൽ കളഞ്ഞു. അതേപോലെ തന്നെ ലാസ്റ്റ് നടന്ന LDCയുടെ മലപ്പുറം ഇടുക്കി ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 3 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയുള്ള സീരീസുകൾ നമ്മൾ ഇനിയും തുടരും. അപ്പോൾ നിങ്ങൾ ടാൻഡം PSC എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ LSTS എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അരുണിന് 80 ദിവസം കൊണ്ട് ജോലി ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു. ബാക്കി ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും അനിലും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് തോന്നും ഇത് എന്താ പറയാ, പിന്നെ ഇവരെ എഫിഷ്യൻസി ഒക്കെ കണ്ട് അതിന്റെ LCM ഒക്കെ കണ്ടുപിടിച്ച് ഇതിന്റെ ആൻസർ കണ്ടെത്തുമ്പോഴേക്കും ഒരു 4-5 മിനിറ്റ് ഒക്കെ വരും. അതിൽ തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അരുണും അനിലും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഏത് ജോലിയാണ്, അതായത് 80 ദിവസത്തെ ജോലിയാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള 72 ദിവസത്തെ ജോലിയാണോ എന്നൊക്കെ സംശയം വന്ന് 72 വെച്ചൊക്കെ ആൻസർ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട്. 5 മിനിറ്റൊക്കെ ഈ ക്വസ്റ്റ്യന്റെ പേരിൽ മെനക്കെട്ടിട്ട് ഉത്തരം കിട്ടാതെ പോയ ആളുകളുണ്ട്. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഒരൊറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടാവുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഇതിന്റെ ട്രിക്ക് മനസ്സിലാവുന്നെങ്കിൽ ഇവിടെ നോക്കും. ഇവിടെ പറഞ്ഞത് അരുണ് 80 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുക. ഈ 80 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി അരുണ് എന്ത് ചെയ്തു? 10 ദിവസം ചെയ്തിട്ട് നിർത്തിപ്പോയി. അപ്പൊ ഇനി അവിടെ ബാക്കി എത്ര ജോലിയുണ്ട്? അരുണിന് 70 ദിവസം ചെയ്യേണ്ട ജോലി അവിടെ ബാക്കിയുണ്ട്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അരുണ് 80 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുക. അതിൽ 10 ദിവസമാണ് അരുണ് ജോലി ചെയ്യുന്നത്. ബാക്കി അരുണ് 70 ദിവസം ചെയ്യാൻ ബാക്കിയുള്ള ജോലി അവിടെ ഉണ്ട്. പക്ഷെ ഈ ജോലി ആര് ചെയ്യുന്നു? അനിൽ ചെയ്യുന്നു. അനിൽ ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 42 ദിവസം കൊണ്ടാണ്. ഈ 2 പോയിന്റാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അതായത് അരുണ് 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്ന ജോലി അനിൽ എന്ത് ചെയ്തു? വെറും 42 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. അതിനർത്ഥം എന്താണ്? അനിൽ അരുണിനേക്കാളും എഫിഷ്യൻസി കൂടുതലാണ്. ക്ലിയർ അല്ലേ? അരുണ് 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ ആ ജോലി 42 ദിവസം കൊണ്ട് ആര് തീർത്തു? അനിൽ തീർത്തു. അതിന്റെ അർത്ഥം എന്താണ്? അനിൽ അരുണിനേക്കാൾ എഫിഷ്യൻസി കൂടുതലാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, അരുണിന് മാത്രം 80 ദിവസം ചെയ്യേണ്ട ജോലി അരുണിന്റെ അതേ എഫിഷ്യൻസി ഉള്ള ഒരാൾ കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? 40 ദിവസം കൊണ്ട് തീരൂലേ? ഇത് മനസ്സിലായോ? അതായത് 80 ദിവസം കൊണ്ടാണ് അരുൺ ഒറ്റയ്ക്ക് ജോലി തീർക്കുക. അരുണിന്റെ അതേ എഫിഷ്യൻസി ഉള്ള ഒരാൾ കൂടി ചേർന്നിട്ട് ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര ദിവസം കൊണ്ട് തീരും? 40 ദിവസം കൊണ്ട് ആ ജോലി തീരും. എന്നാൽ ഇവിടെ ചേരുന്നത് ആരുമായിട്ടാണ്? അനിലുമായിട്ടാണ്. അനിലിന്റെ എഫിഷ്യൻസി അരുണിനേക്കാൾ കൂടുതലാണ്. സോ അരുണിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഒരാളുമായിട്ട് ചേർന്നിട്ടാണ് ഈ ജോലി തീർക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് 40-നേക്കാൾ കുറവല്ലേ ദിവസം എടുക്കുക? അരുണിന്റെ അതേ എഫിഷ്യൻസി ഉള്ള ആളോട് കൂടെ ജോലി ചെയ്താൽ തന്നെ 40 ദിവസം കൊണ്ട് ജോലി തീരും.
എന്നാൽ അതിനേക്കാളും വേഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 40 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ ജോലി തീരൂലേ? ഷുവർ അല്ല? ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ 40 ദിവസത്തിൽ കുറവുള്ള ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഇവിടെ ഉള്ളൂ? എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ നോട്ടത്തിൽ 80, 10, 42 ഈ 3 സംഖ്യ നോക്കിയിട്ട് ഒന്ന് അവരുടെ എഫിഷ്യൻസി ഒന്ന് താരതമ്യം ചെയ്താൽ ഒരു അര മിനിറ്റിന്റെ താഴെ മാത്രം ആൻസർ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ LSTS എക്സാം ഹാളിൽ നിന്ന് അതുപോലെ ആൻസർ ചെയ്ത ഒരുപാട് പേരുണ്ട്, പക്ഷെ അത് കാണാത്ത ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ LDCക്ക് വരാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വരാം, ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും ഇത്തരം ചോദ്യങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്തുനിന്ന് വരാം. അപ്പൊ ഇത്തരം ട്രിക്കുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 5 മിനിറ്റ് കളഞ്ഞ ആൾക്ക് ഈ അര മിനിറ്റ് കൊണ്ട് ഉത്തരം കണ്ടെത്തിയിരുന്നെങ്കിൽ അയാൾക്ക് 2 ചോദ്യം 3 ക്വസ്റ്റ്യനോ എക്സ്ട്രാ അവർ ആൻസർ ചെയ്യാൻ സമയം കിട്ടാത്ത 2 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സമയം കിട്ടുമായിരുന്നു. ഇതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതേ എക്സാമിന് LSTSന്റെ എക്സാമിന് തന്നെ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ടാറ്റ PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഡിസംബർ 1 ആരംഭിക്കുകയാണ്. പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓൺലൈൻ ബാച്ചാണ്. നമുക്കറിയാവുന്നതുപോലെ 999 രൂപ മാത്രമാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. ഇതൊരു ഫീസായിട്ടല്ല, ഒരു 10 മാസത്തെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള നിലക്ക് നിങ്ങൾ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. LSTS പരീക്ഷയ്ക്ക് നല്ല നിലയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിച്ചത് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു. എവിടെ നിന്നാണോ PSC ചോദ്യം ചോദിക്കുന്നത് ആ ഏരിയയിൽ നിന്ന് തന്നെ ആ ഒരു PSCയുടെ ചോദ്യ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും അതോടൊപ്പം PDF നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. മുഴുവൻ ഭാഗവും സിലബസിൻ്റെ മുഴുവൻ ഭാഗവും സ്പെഷ്യൽ ടോപ്പിക്ക് അടക്കം പേപ്പർ 1ഉം പേപ്പർ 2ഉം കൃത്യമായിട്ട് നമുക്ക് പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ടാറ്റ PSC നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ സാധിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. സമവാക്യം ശരിയാക്കുന്നതിന് ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പരം മാറ്റണം എന്നാണ് ചോദ്യം. ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 100 പ്ലസ് 100 ഇൻറ്റു 50 മൈനസ് 2 ഹരിക്കണം 3 സമം 51. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഇതിൽ ഏതൊക്കെ ചിഹ്നം തമ്മിൽ മാറ്റണം എന്നാണ് ചോദ്യം. ഓപ്ഷനിലേക്ക് നോക്കിയാൽ അറിയാം ഏതോ 2 ചിഹ്നങ്ങൾ തമ്മിൽ മാറ്റുന്ന ചോദ്യമാണ്. ഇതൊരു ബോർഡ് മാസിന്റെ അപ്ലിക്കേഷൻ ആണ് ശരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ഓരോ ഓപ്ഷനും കൊടുത്തിട്ട് ചെയ്തു നോക്കാം. പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സമയം കുറഞ്ഞ ഒരു എക്സാമിന് ഒരിക്കലും അത്രയും ഈ 4 ഓപ്ഷനും കൊടുത്ത് ചിലപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഈ 4 ഓപ്ഷനും കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞു പോകും അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്ന ഒരു ട്രിക്ക് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ ആൻസർ ചെയ്ത ആളുകളുണ്ട്. ഇനി നിങ്ങൾ അടുത്ത എക്സാമിനെങ്കിലും ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഒരു മാർഗം കൂടി നോക്കാവുന്നതാണ്. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ഹരിക്കണം എന്നൊരു ചിഹ്നം വരുന്നുണ്ട് അല്ലെ. 2 ഹരിക്കണം 3 ആണ് വരുന്നത്. ഈ 2 ഹരിക്കണം 3 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്താണ്, ഒരു ഫ്രാക്ഷൻ ആയിരിക്കും വരിക. 2 ഹരിക്കണം 3 എന്നത് എന്താണ്, ഒരു ഫ്രാക്ഷൻ ആണ് വരുന്നത്. നമ്മുടെ ഇക്വേഷനിലെ സമത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ വേറെ എവിടെയും ഫ്രാക്ഷൻ കാണുന്നില്ല. എവിടെയും ഫ്രാക്ഷൻ കാണുന്നില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഫ്രാക്ഷൻ വരുന്നുള്ളൂ. ഈ ഒരു 2 ഹരിക്കണം 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഫ്രാക്ഷൻ വരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹരിക്കണം എന്നുള്ള ചിഹ്നമായിരിക്കും മാറ്റേണ്ടത്. അതിനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. കാരണം 2 ഹരിക്കണം 3 ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാനായിട്ട് ഈ ഭാഗത്ത് എവിടെയും വേറെ ഫ്രാക്ഷനും കാണുന്നില്ല, സമത്തിന്റെ അപ്പുറത്തും ഫ്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് ഫ്രാക്ഷൻ ഒഴിവാക്കുന്ന ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ. ഇവിടെ നോക്കുക, ഇവിടെ ഫ്രാക്ഷൻ ഹരിക്കണം എന്നുള്ള ചിഹ്നം വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുള്ളൂ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതി പോവാം. സമയം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പ്ലസും ഹരിക്കണവും പരസ്പരം മാറ്റി കഴിഞ്ഞാൽ 100 ഹരിക്കണം 100 ഇൻറ്റു 50 മൈനസ് 2 ഹരിക്കണം മാറി പ്ലസ് ആകും, പ്ലസ് 3 സമം 51. ഇത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. 100 ഹരിക്കണം 100 എന്താ നമുക്കറിയാം, 1 ആണ് ആൻസർ. ആദ്യം ബോർഡ് മാസിന്റെ പ്രകാരം ബ്രാക്കറ്റ് ഓഫ് കഴിഞ്ഞവര് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ആദ്യം ഈ ഡിവിഷൻ ചെയ്യാൻ 100 ഹരിക്കണം 100 1, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് ഇൻറ്റു 50. അപ്പൊ 1 ഇൻറ്റു 50 എത്ര വരിക,
50 തന്നെയല്ലേ വരിക, അതിന് എഴുതേണ്ട ആവശ്യമില്ല. 1 × 50 50 വരും. -2 + 3 -2 + 3 വാല്യൂ എത്ര വരിക? -2 + 3 വാല്യൂ വരിക +1 അല്ലേ? അപ്പൊ 50 + 1 വരിക. അല്ലെങ്കിൽ നമ്മൾ കൂട്ടി നോക്കും ചെയ്യാം. 50 - 2 48, 48 + 3 = 51. അങ്ങനെയും ആൻസർ കിട്ടും അല്ലെ? അപ്പൊ 51 ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആവുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പ്ലസും ഹരിക്കണവും മാറ്റാനുള്ള ഇക്വേഷൻ കറക്റ്റ് ആകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ 2 ഹരിക്കണം 3 നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രാക്ഷൻ ആവുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട്, പിന്നെ സമത്തിന്റെ അപ്പുറത്ത് ഫ്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഹരിക്കണം എന്ന് വരുന്ന ഓപ്ഷനാണ്. എല്ലായ്പ്പോഴും ഇത് കറക്റ്റ് ആയിക്കോളണമെന്നൊന്നുമില്ല. ഇപ്പുറത്തെ ഒരു ഇൻഡു ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രാക്ഷൻ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ 100% ഉറപ്പായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ ഈ ഹരിക്കണം എന്നുള്ളത് മാറ്റാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ആകെ ഒരൊറ്റ ഓപ്ഷനില് ഹരിക്കണം എന്ന ചിഹ്നം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളൂ. ഒരു പക്ഷേ ചോദ്യകർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായിരിക്കും. ഏതായിരുന്നാലും ബാക്കിയുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അവരൊക്കെ 2 പ്രാവശ്യം വരുന്നുണ്ട്. ഈ ഒരു ഹരിക്കണം മാത്രം ഇതിൽ 1 പ്രാവശ്യം വരുന്നുള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇത് ആൻസർ കിട്ടാൻ പറ്റുമായിരുന്നു. ഈ 2 ഹരിക്കണം 3 എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എക്സാം ആണെന്ന് ഒരു 1/2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ 1/2 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്തു ഈ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. അപ്പോൾ നമുക്ക് എത്ര സമയം ലാഭം കിട്ടി? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത് നമുക്ക് LD ക്ലർക്ക് എക്സാമിന് മലപ്പുറം ഇടുക്കി ജില്ലകൾക്ക് വേണ്ടി നടത്തുന്ന LD ക്ലർക്ക് എക്സാമിന് വന്നിട്ടുള്ള ഇതേപോലെ പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 7:4 അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. നീളം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷനുള്ള ഉത്തരം A 35, B 25, C 20, D 30. നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, പിന്നെ എന്ത് ചെയ്യാം, 7 × x + 4 × x എന്നൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം നമുക്ക്. അങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്കറിയാം നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ഇവിടെ തന്നിട്ടുണ്ട്. 7:4 ആണ്. ഇത് നമുക്ക് മനസ്സിലാക്കാം. നീളത്തെ കുറിക്കുന്ന അംശബന്ധം ഏതാണ്? 7 ആണ് അല്ലെ? ഓക്കെ. അപ്പൊ നീളത്തെ കുറിക്കുന്ന അംശബന്ധം 7 ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഒപ്പം തന്നെ മനസ്സിലായി എന്തായിരിക്കും? നീളം ഒരു 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? അതായത് നീളവും വീതിയും 7:4 അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നീളവും വീതിയും 7:4 എന്ന് പറയുമ്പോൾ നീളത്തിന് കുറിക്കുന്ന അംശബന്ധം 7 ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഇതിന്റെ നീളം വരിക. നീളം എത്ര എന്നാണ് ചോദ്യം. ഈ വീതിയാണ് ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വീതി വരിക. ഇവിടെ നീളമാണ് ചോദിച്ചത്. നീളത്തിനെ കുറിക്കുന്ന അംശബന്ധം 7 ആണ്. അതുകൊണ്ട് തന്നെ നീളം എന്ന് പറയുന്നത് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എത്ര നമ്പർ ഉണ്ട്? ആകെ ഒരു നമ്പർ അല്ലേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓരോ ഓപ്ഷനും എടുത്തിട്ട് ആൻസർ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അതൊക്കെ ഒരുപാട് സമയം കൂടപ്പോ ഓപ്ഷൻ ഏഴ് തന്നെ ഉത്തരം വന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരും. ചില ആളുകൾ ആദ്യത്തേത് ഉത്തരവില്ലാന്ന് വിചാരിച്ചിട്ട് അവസാനത്തേത് ഇങ്ങോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കുറെ സമയം ഇതിന് വേസ്റ്റ് ആവും. പക്ഷെ ഇവിടെ ഇത്ര സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് വരിക. ഇവിടെ ഓപ്ഷനിലാകെ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 35 ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. 7:4 അംശബന്ധത്തിലാണ്. അപ്പൊ 35 ആണ് നീളം എന്ന് വിചാരിക്കാം. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. നീളം 35 ആണെങ്കിൽ വീതി എത്രയായിരിക്കും? നീളം 35 ആണെങ്കിൽ വീതി എത്രയായിരിക്കും? 7 × 5 അല്ലേ 35. അപ്പൊ 4 × 5 20 ആയിരിക്കും വീതി വരിക അല്ലെ? അതായത് 7നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 35 കിട്ടുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ വീതി എത്രയായിരിക്കും? 4 × 5 ആയിരിക്കും, 20 ആയിരിക്കും. അപ്പൊ ഈ 20യേക്കാൾ 15 കൂടുതലല്ലേ 35 വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇതൊരു കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിനു വേണ്ടിയും ഒരുപാട് സമയം പോക്കിയ ആളുകൾ ഉണ്ടാകും. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇടക്കിടക്ക് PSC തരാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 1, 2, 3 വരെയൊക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ഒറ്റത്തോട്ടത്തിൽ ഉത്തരം കിട്ടാവുന്ന ചോദ്യങ്ങൾ. അത്തരം ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചൊന്ന് കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നമുക്ക് സമയം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടാത്ത സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.